രുദ്രേട്ടാ, കണ്ണൻ എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു. ഇനി നമ്മുടെ ജീവിതമാണ്. അതെടി, കണ്ണൻ മരിച്ചു. ഇത് ഏകയുടെ രുദ്രനാണ്. രുദ്രദ്വിക എന്നെന്നും അത് മതി. അവർ ഇരുവരും കരഞ്ഞുകൊണ്ട് ഇറുകെ പുണർന്നു. മതി ഏക കരഞ്ഞത്. വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷേ നിന്റെ കണ്ണുനീർ പറ്റില്ലടി. ഇനി ഈ കണ്ണ് ആ ദുഷിച്ചവനെ ഓർത്ത് നീറരുത്. അതിന് ഈ രുദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. അവൾ ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. രുദ്രേട്ടാ, എനിക്ക് അത്ഭുതം തോന്നുവാ. ഏട്ടനെപ്പോലെ ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും പ്രണയിക്കാൻ പറ്റുമോ എന്ന് ഓർത്തിട്ട്. എൻ്റെ യക്ഷിപ്പെണ്ണേ, നീ ഈ കുഞ്ഞു തലയിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട. നീ ചോദിച്ചതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. രുദ്രൻ്റെ പ്രണയം പോലെ അതുമാത്രമേ ഉള്ളൂ. കാരണം അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏകയിൽ ആണ്. എന്നല്ലേ അതിന് പൂർണ്ണത വരുള്ളൂ. നമുക്ക് പോവേണ്ട പെണ്ണേ. പുതിയൊരു ജീവിതം നമ്മൾ ഇന്ന് തുടങ്ങുവാണ്. രുദ്രേട്ടാ, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഓരോ വാക്കിൽ പോലും എന്നോടുള്ള പ്രണയം അറിയുന്നു. ഞാൻ പ്രണയിക്കുന്നതിൽ ഒരുപാട് മുകളിലാണ് അത്. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ചുംബനം നൽകി. അതിൽ അവൻ്റെ വാത്സല്യവും പ്രണയവുമെല്ലാം ഉണ്ടായിരുന്നു. അവൾ അത് കണ്ണടച്ചു സ്വീകരിച്ചു. മോളെ നിഹ, നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് ഡ്രസ്സ് എടുക്ക്. ഞങ്ങൾ ഇപ്പോൾ വരാം. ചെല്ല് യക്ഷിപ്പെണ്ണേ. അവൻ അവളുടെ ചെവിയിൽ കടിച്ച് നുണഞ്ഞുകൊണ്ട് ആരും കാണാതെ പറഞ്ഞു. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിഹയുടെ ഒപ്പം പോയി. അവർ പോയെന്ന് ഉറപ്പ് ആയപ്പോൾ അവർ പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. ഒരു ചിരിയിൽ ഉണ്ടായിരുന്നു അവരുടെ സൗഹൃദത്തിൻ്റെ ബലം. തങ്ങളുടെ കുടുംബത്തിന് തകർക്കാൻ നോക്കുന്നവനെ വേരോടെ പീതെറിയാൻ ഉള്ള ചങ്കൂറ്റം. നമുക്ക് പോയാലോ? അപ്പോഴും രുദ്രൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു. ആരുടെയോ ഉയിർ എടുക്കാൻ പാകത്തിൽ ഉള്ള ചിരി. രുദ്രതാണ്ഡവൻ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചിരി. അത് മനസ്സിലാക്കിയപ്പോൾ ആദിയും അവനെ കണ്ണു ചിമ്മി കാണിച്ചു. രണ്ടുപേരും പരസ്പരമുള്ള കള്ള ചിരിച്ചുകൊണ്ട് തോളിൽ കൈയിട്ട് അവരുടെ പ്രൊപ്പർട്ടീസിൻ്റെ അടുത്തേക്ക് പോയി. നേരത്തെ കെട്ടിയോനും കെട്ടിയോൾ കൂടി ഒരുത്തനെ പഞ്ഞിക്കിട്ടോണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ലല്ലോ. ആദിയും രുദ്രനും ആ കോഫി ഷോപ്പിന് ഓപ്പോസിറ്റ് ഉള്ള അവരുടെ തന്നെ ടെക്സ്റ്റൈൽസിൽ പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടുന്ന അവരുടെ പ്രോപ്പർട്ടീസിനെ. അവരുടെ വഴക്ക് കണ്ട് കിളി പാറി നിൽക്കുന്ന സ്റ്റാഫിസിനെ കണ്ടപ്പോൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വിട്ട നിമിഷത്തെ അവർ പ്രാഗിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. എടി മരമാക്രി, ദേവു അമ്മക്ക് ചുവപ്പാണ് ചേരുന്നേ. അല്ലടി, നീലയാണ് മാക്രി. തലയാച്ചി. നീ പോടി തവളെ, നീ പോടി അണ്ണാൻ കുഞ്ഞേ. അവരുടെ വയക്ക് കണ്ട് കിളി പാറി നിന്ന ചെക്കന്മാർ രണ്ടിനെയും പിടിച്ചു മാറ്റി സ്റ്റാഫിനെ നോക്കി ഇളിച്ചു കാണിച്ചു. സാർ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട സൂസൻ, ഞങ്ങൾ പ്രപ്പോസ് ചെയ്തോളാം. താൻ പൊക്കോ. ഓ ഓക്കെ, താങ്ക് യു സാർ. അപ്പോഴെ തന്നെ നിഹയും ആദവും തെറ്റ് ചെയ്ത പിടിക്കപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ തലയും കുനിച്ചു നിൽക്കുകയാണ്. ആദിയും രുദ്രനും പരസ്പരം നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് കടന്നു. ഏക, എന്താടി നിനക്ക്? കൊച്ചു കുഞ്ഞാണെന്ന് വിചാരം? അവൾക്ക് അങ്ങ് വിവരമില്ല. നിനക്കേലും കുറച്ച് കാണിച്ചൂടെ പെണ്ണേ? ഏക അവസാനത്തെ അടവ് എന്നോണം അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവിടുന്ന് ഓടി. അല്ലെങ്കിൽ ചെക്കൻ കലിപ്പാവും എന്ന് കൊച്ചിനറിയാം. അതുകൊണ്ട് കിളി പാറി നിന്ന ചെക്കൻ അവളുടെ പുറകെ പോയി. അവരുടെ പുറകെ മൂങ്ങ നിന്ന നിഹയെ ആദി ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവളെ നോക്കി ദഹിപ്പിച്ചു. ഇത് കണ്ട് കുസൃതി തന്നെ തോന്നിയ നിഹ ചിരിച്ചുകൊണ്ട് അവൻ്റെ വയറ്റത്തൊരിടി കൊടുത്തു. ഹാ കുട്ടി പിശാശേ, നിനക്ക് എന്നാടി? ഇങ്ങനെ പോയാൽ നീ ഉടനെ വിധവയാവും. അയ്യോ പാവം, എൻ്റെ പിള്ളേർക്ക് അച്ഛനില്ലാതെ ആവൂടി മഹാപാപി. ചുമ്മാ ഒരു രസം. അവർ രണ്ടുപേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. അവർ രണ്ടുപേരുടെയും ആദ്യം ഓടിപ്പോയ നമ്മുടെ രുദ്രവികയെ തപ്പിയിറങ്ങി. അപ്പോൾ കണ്ടു
ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് എടുക്കുന്നവരെ. ഇരുവരും അങ്ങോട്ട് ചെന്നു. പെണ്ണിൻ്റെ നാണം കണ്ടപ്പോളാ അവർക്ക് മനസ്സിലായ ഒരു ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു നിൽക്കുവാണെന്ന്. അവൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അവരെല്ലാം ഒരുമിച്ച് ഡ്രസ്സ് എടുത്ത് സന്തോഷത്തോടെ മടങ്ങി. അവർ നേരെ രുദ്രൻ്റെ വീട്ടിലേക്കാണ് പോയത്. നിഹയും മാധവുമാണ് ആദ്യം കാറിൽ നിന്നും ഇറങ്ങിയത്. അവർ രണ്ടുപേരും ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ തോളത്ത് കയ്യിൽ ഇട്ടുപോയി. നേരത്തെ തല്ല് ഉണ്ടാക്കിയ പിള്ളാറാണ് എന്ന് പറയുകയേയില്ല. അല്ലേലും അവരുടെ സൗഹൃദം അങ്ങനെയാണ്. പിണക്കത്തിനും ഒരു കുമിളയുടെ ആയുസ്സേ ഉള്ളൂ. അവർ രണ്ടുപേർ കൂടി അകത്ത് ചെന്ന് ദേവു അമ്മയെ കാറിൽ വിളിക്കാൻ തുടങ്ങി. ദേവു അമ്മ ബഹളം സഹിക്കാൻ വയ്യാതെ ഇറങ്ങി വന്നു. ദേവിക, എന്തിനാ പിള്ളാരെ ഇങ്ങനെ കിടന്ന് കാറിൽ പൊളിക്കുന്നേ? അത് ദേവു അമ്മ, ഞങ്ങൾ രണ്ടുപേരും ഓരോ സാരി എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഏത് ഇഷ്ടമാവുമെന്ന് നോക്കാനാണ്. അതിനെന്താ സംശയം? എൻ്റെ പൊടി. രണ്ടുപേരെയും പിണക്കാൻ വയ്യാത്തതുകൊണ്ട് രണ്ടുപേരോടും തന്നോട് ഉള്ള സ്നേഹം കണ്ടുകൊണ്ടും ആ അമ്മ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. രണ്ടുപേരുടെയും സാരി വാങ്ങി വെക്കുകയും ചെയ്തു. രണ്ടുപേർക്കും സന്തോഷമായി. അവർ രണ്ടുപേരും ആ അമ്മയുടെ വാത്സല്യത്തിൽ ആ മാറിൽ പറ്റിച്ചേർന്നിരുന്നു. കാരണം അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു അത്. ഇത് കണ്ടോണ്ട് നിന്ന രുദ്രൻ്റെയും ആദിയുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർ രണ്ടുപേരും അവരവരുടെ മുറിയിലേക്ക് പോയി. ശേഷം ദേവു അമ്മ രണ്ടുപേരെയും പറഞ്ഞയച്ചു. ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ ഈറാൻ അണിഞ്ഞിരുന്നു. സ്വന്തം വയറ്റിൽ പിറന്നില്ല എങ്കിലും കൂടി അവർ മൂന്നുപേരും രുദ്രനെ പോലെ തന്നെ ദേവു അമ്മയുടെ മക്കളായിരുന്നു. പിന്നെ അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചതിനു ശേഷം ആദവും രുദ്രനും അവരുടെ സന്തോഷകരമായ ജീവിതം തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മഹാദേവൻ വന്നപ്പോൾ അവർ അച്ഛനോട് ബാക്കിയുള്ളവരോടും യാത്ര പറഞ്ഞു. എയർപോർട്ടിലേക്ക് പോകാനുള്ള യാത്ര തിരിച്ചു. അപ്പോഴും രുദ്രൻ്റെ ഒരു കൈ അവൻ്റെ പ്രാണനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അവൻ്റെ ഹൃദയത്തിൻ്റെ താളം ശ്രവിച്ചു മറ്റാർക്കും തൻ്റെ ജീവനെ കൊടുക്കില്ല എന്ന പോലെ അവനെ മുറുകെ പുണർന്നുണ്ടായിരുന്നു. രുദ്രൻ അവൻ്റെ ഏകയുടെ തലമുടിയിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. അവളും അത് ആസ്വദിച്ചു കൊണ്ടിരുന്നു. രുദ്രേട്ടാ, എന്താടി യക്ഷിപ്പെണ്ണേ? അവൻ അവളുടെ മൂക്കിന് തുമ്പിൽ ചെറുതായി തട്ടിക്കൊണ്ട് വിളി കേട്ടു. എന്തു? ഈ കാര്യം പറ പെണ്ണേ. അതോ? അവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏട്ടാ, അങ്ങനെ ചിരിക്കല്ലേ. എൻ്റെ കാലൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്തു തോന്നും? അതോ, എനിക്ക് എൻ്റെ കാലനെ എൻ്റെ കൈ കൊണ്ട് വരിഞ്ഞു മുറുക്കാൻ തോന്നും. ആ നെറ്റിയിൽ തൂങ്ങി മുഖം മുഴുവൻ തുരുതുരാ ഉമ്മ വെക്കാൻ തോന്നും. രുദ്രേട്ടാ, അവൾ അവൻ്റെ കണ്ണിൽ വാത്സ്യമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ആണോ? എങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും ചിരിക്കാം. എന്തു പറയുന്നു എൻ്റെ യക്ഷിപ്പെണ്ണ്? ഒന്ന് പോ രുദ്രേട്ടാ. അതും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറി പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ ഒരു ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ ഒന്ന് തഴുകി. അവിടെ നിന്ന് കൈ ഇഴഞ്ഞ് അവളുടെ ചെവിയുടെ തുമ്പിൽ ഒന്ന് തട്ടി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അടങ്ങിയിരിക്ക് രുദ്രേട്ടാ. ഇത് കൊള്ളാലോ. ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ച് എണീപ്പിച്ച് ചോറ് തരാമെന്ന് പറഞ്ഞ് മുന്നിൽ ഇലയിട്ട് ഇപ്പോൾ ചോറ് ഇല്ലെന്നോ? വിടില്ല ഞാൻ. നീ തരാമെന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയേ പറ്റൂ. ഈ കണക്കിന് പോയാൽ രുദ്രേട്ടൻ കുറച്ച് കിട്ടും. ദേ രുദ്രേട്ടാ, മുന്നോട്ട് നോക്ക്. ആ ഡ്രൈവർ നമ്മളെ ശ്രദ്ധിക്കുന്നു. ഇത്രയും നേരം നീ ഇവിടെ കിടന്ന് പ്രസംഗിച്ചതൊന്നും അവൻ കേട്ടില്ലേ? ദൈവമേ, ഞാൻ ഓർത്തില്ല രുദ്രേട്ടാ. ഞാനും എൻ്റെ കാലിനും മാത്രമുള്ളപ്പോൾ ചുറ്റിനുമുള്ളത് എല്ലാം ഞാൻ മറന്നുപോവും. ഭഗവതിയാണ് സത്യം. രുദ്രൻ വയറും പൊത്തിക്കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ഏകക്ക് അത് കണ്ട് കലി കയറി പുച്ഛിച്ചും മുഖം തിരിച്ചു ഇരുന്നു. അപ്പോഴാണ് ചെക്കൻ ബോധം വന്നത്. അവൻ അപ്പോൾ തന്നെ സ്വിച്ചിട്ട പോലെ ചിരി അവസാനിപ്പിച്ചു. നമ്മുടെ കൊച്ചിനെ ആസ്വദിക്കാൻ പോയി. ഹണിമൂൺ കുളമാകുമെന്ന് പേടിച്ചിട്ടല്ലേ രുദ്രേട്ട? എനിക്ക് മനസ്സിലായി രുദ്രേട്ടൻ്റെ സൈക്കിളിക്കോടിക്കൽ മൂവ്. കൊച്ചു കള്ളൻ.
ഇറങ്ങിപ്പൊടി. ഞാൻ യക്ഷിപ്പെണ്ണേ, അവൻ അവളുടെ ചെവിത്തുമ്പിൽ തട്ടി വിളിച്ചു. അവൾ ഒന്നും കൂടി മുഖം കയറ്റിപ്പിടിച്ചിരുന്നു. പുല്ല് വേണ്ടായിരുന്നു. രുദ്രൻ അവൻ്റെ 18ാമത്തെ അടവും എടുത്തു. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ, അടുത്തു വന്നാട്ടെ പൊന്നെ മടിച്ചു നിൽക്കാതെ, അവർ രണ്ടും കൽപ്പിച്ച് പാടി. അവളുടെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. അത് ഒളിപ്പിക്കാൻ എന്നോണം അവൾ ഒന്നും കൂടി ഗ്ലാസ്സിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ചെക്കൻ വീണ്ടും പ്ലിങ്. യക്ഷിപ്പെണ്ണേ മിണ്ടടി, ഇനി കളിയാക്കൂല. എടാ കാല, തന്നോട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ജീവനല്ലേ. പിന്നെ ഇടയ്ക്ക് പിണക്കമൊക്കെ നല്ലതാ, എന്നാലല്ലേ അതിൽ ഇരട്ടി ശക്തിയോടെ ഇണങ്ങാൻ പറ്റൂ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് ശരിയായിരിക്കും, പക്ഷേ നമ്മുടെ കാര്യത്തിൽ പ്രണയം മാത്രം മതി. നീ എന്നോട് പിണങ്ങിയാൽ അത് എൻ്റെ ജീവൻ നിൽക്കുന്നതിന് തുല്യമാണ്. വേണ്ട യക്ഷിപ്പെണ്ണേ, നമ്മുടെ ഇടയിൽ പിണക്കം, നമ്മുടെ പ്രണയം അൺക്യൂ ആവണം. മറ്റാരിലും അനുകരിക്കാൻ പറ്റാത്ത, തോൽപ്പിക്കാൻ പറ്റാത്ത പ്രണയം. എനിക്ക് മറുപടിയില്ല രുദ്രേട്ടാ. അത്രമേൽ നിന്റെ പ്രണയം വാക്കുകളാൽ, ഹൃദയത്തിൽ പ്രവൃത്തികളാൽ എന്നെ തളർത്തുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മൗനം പോലും പ്രണയം കൈമാറി നിമിഷങ്ങൾ. അവരുടെ പ്രണയം പോലെ അതുമാത്രമേ ഉള്ളൂ പെണ്ണേ. എന്തോ അത് പിന്നെ നേരത്തെ പറഞ്ഞ ഹഗ് കിട്ടിയില്ല. ഏക ഒന്ന് പോയേ രുദ്രേട്ടാ, ആ ഡ്രൈവർ കാണും. എൻ്റെ പൊന്നു കൊച്ചേ, അവൻ ഹിന്ദിക്കാരനാണ്, അതിനാൽ ഞാൻ നേരത്തെ ചിരിച്ചത്. ഹോ രുദ്രൻ, കണ്ണ് തള്ളണ്ട. നിന്റെ സംശയം ഞാൻ മാറ്റിത്തരാം. ഒരുപാട് നാളായിട്ട് ഹിന്ദി എഴുതിയിട്ട്. സോ ഇംഗ്രി മിസ്റ്റേക്ക്. ബായ് സാബ്. ബാംഗ്ലൂർ മേൻ സബ്സെ അച്ഛാ ഹോട്ടൽ കോൻ സാ ഹേ? ബാംഗ്ലൂരിലെ നല്ല ഹോട്ടൽ എവിടെയാണ്? മുജേ നെഹി പാത് സബ്. എനിക്കറിയില്ല സാർ. എൻ്റെ സ്ഥലം മഹാരാഷ്ട്രയാണ്. അവിടെ ചെന്ന് ആരോടേലും ചോദിക്കാം. അതുപോരെ സാർ? ടിക്ക് ഹോ, ധന്യവാദ്, ബായ്. അത് മതി. ബോധ്യം ആയോടി പൊട്ടിപ്പെണ്ണേ? ഈ ഇളിക്കണ്ട, എനിക്ക് തരാം എന്ന് പറഞ്ഞത് വേഗം തന്നോ? വേണോ? വേണം. ബിക്കോസ് നിൻ്റെ കൂടെയുള്ള ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റ് ഈസ് സ്പെഷ്യൽ ഫോർ മീ. രുദ്രൻ കർട്ടൻ വലിച്ചിട്ടു. ചില കാറുകളിൽ കർട്ടൻ ഇട്ടിട്ടോ? അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ വരിഞ്ഞു മുറുക്കി. അവനും അതിഗാഢമായി തിരികെ പുണർന്നു. എനിക്ക് ഈ കുലുമണാലി പോകുന്നതിൻ്റെ പറ്റി വലിയ അറിവില്ലട്ടോ. ഗൂഗിൾ അമ്മച്ചിയാണ് എൻ്റെ ഗുരു. അതുകൊണ്ട് ഇംഗ്രി ദീസ് മിസ്റ്റേക്സ്. കുറച്ചു സമയത്തിന് ശേഷം അവർ ബാംഗ്ലൂരിലെത്തി ചേർന്നു. അവിടുത്തെ നല്ല ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിച്ച് എയർപോർട്ടിലെത്തി ഡ്രൈവറോട് ഒരു താങ്ക്സ് പറഞ്ഞ് അവരുടെ ഏജൻസി നിന്നുള്ള പൈസ അല്ലാതെ സെപ്പറേറ്റ് ടിപ്പും കൊടുത്ത് യാത്ര പറഞ്ഞു. അവർ ഒരു പുഞ്ചിരിയോടെ പരസ്പരം കൈകോർത്ത് അകത്തേക്ക് നടന്നു. എടി പെണ്ണേ, നീ ആ താലിയെടുത്ത് പുറത്തിട്ട് തലയിൽ നീ കെട്ടിയത് ആണോ എന്ന് ആളുകൾ സംശയിക്കും. ഒന്ന് പോ രുദ്രേട്ടാ. സത്യമായിട്ടും പെണ്ണേ, നീ ജീൻസും ടോപ്പും ഇട്ട് മോഡലായപ്പോൾ കുറച്ചുകൂടി ചുള്ളത്തിയായൊടി. ഷേ. അവർ രണ്ടുപേരും പ്ലെയിനിലേക്ക് കയറി. കൊച്ചുകുട്ടിയെപ്പോലെ ചുറ്റിനുമുള്ളത് നോക്കിക്കാണുന്ന ഏകയെ അവളുടെ രുദ്രന് ഒരു തെല്ല് കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. അവർ ചന്ദ്രശേഖറിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് രുദ്രൻ്റെ ഓർഡർ പ്രകാരം ഒരു ക്യാബ് ഉണ്ടായിരുന്നു. അതിൽ കയറി അവർ ഹോട്ടൽ എത്തിച്ചേർന്നു. ഇരുട്ട് തുടങ്ങിയിരുന്നു. അടിപൊളി റിസോർട്ടായിരുന്നു അവർ എത്തിയത്. മഞ്ഞാൽ മൂടപ്പെട്ട ഒരു അടിപൊളി ക്ലൈമറ്റ്. അവർ രണ്ടുപേരും കീ വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് പോയി. രുദ്രേട്ടാ, ശരിക്കും അത്ഭുതം തോന്നുന്നു. ഇതൊക്കെ ചെറുതല്ലേ. മോൾ പോയി ഫ്രഷായി വായോ. ഏക അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. തിരികെ വന്ന അവളെ പുറകിൽ നിന്നും പുണർന്നുകൊണ്ട് ഒരു കവർ അവളെ ഏൽപ്പിച്ചു. അത് തുറന്നു നോക്കിയ അവളിൽ സന്തോഷമുണ്ടായി. ഒരു ബ്ലാക്ക് കളർ നെറ്റ് സാരി, അതിന് ചേർന്ന് ഓർണമെൻറ്റ്സും. ഇഷ്ടായോ? ചോദിക്കാനുണ്ടോ?
കാലേട്ടാ. അവൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഡീ. അവൻ ചിരിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി വിളിച്ചു. അവർ രണ്ടുപേരും ഫ്രഷായി താഴേക്ക് ചെന്നു. പെട്ടെന്ന് രുദ്രൻ അവളുടെ കണ്ണ് പൊത്തി. ഏക, അടങ്ങ് രുദ്രേട്ടാ, ഞാനും വീഴും. നിനക്ക് എന്നെ വിശ്വാസമില്ല പെണ്ണേ. പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയത്തിന് ശേഷം അവൻ അവളുടെ കണ്ണിൽ നിന്ന് കൈയെടുത്തു. അത് കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ അതിൻ്റെ അടുത്തേക്ക് പോയി.